അതെ ഈ ടി വിയിലൊക്കെ പാട്ട് പാടുന്ന ഒരു ഡോക്ടർ കെ എസ് മേനോനില്ലേ, പുള്ളിയുടെ വീട് എവിടെ? ടി വിയിൽ പാടുന്ന ഡോക്ടർ കെ എസ് മേനോന്റെ വീടോ? ഐ എം സോറി, ടി വി പാട്ട് പാടുന്ന പുള്ളിയല്ല, പുള്ളിയുടെ ഡോക്ടർ രാധിക. ടി വിയിലൊക്കെ പാട്ട് പാടുന്ന കെ എസ് മേനോൻ. ടി വിയിൽ പാട്ട് പാടുന്ന കെ എസ് മേനോനല്ലേ ഡോക്ടർ കെ എസ് മേനോൻ? നമ്മുടെ മേനോൻ. കാണിച്ചുതരാം. അവിടെ വേണോ? ആ സൈഡിലോ? ഇങ്ങോട്ടോ? വേണ്ട, എന്റെ ഈ മാല ഡോക്ടർ കെ എസ് മേനോൻ വീഡിയോ വെച്ചാണോ മാല വരും? അത് ശരി, മാല വരുന്നല്ലേ പിച്ചാതെ കാണിക്കൂ. കുത്തോ? ഞാൻ എടുത്തില്ല. 5-8 പവന്റെ മാലയാ ഡോക്ടർ കെ എസ് മേനോൻ. മോതിരം അതങ്ങനെ ഊരാൻ പറ്റത്തില്ല. സോപ്പ് ഇട്ടാണോ ഊരാൻ? സോപ്പൊന്നും ഇടണ്ട. ഡോക്ടർ കെ എസ്, ഞാൻ ഊരി തരാം. ഡോക്ടർ കെ എസ് മേനോന്റെ വീട്. വാച്ചില്ല, വാച്ചില്ല. ഊരിയും തരണോ? ഇതങ്ങോട്ട് ഊരാൻ പറ്റുന്നില്ല. കണ്ടത് ഒരു ഡോക്ടർ കെ എസ് മേനോൻ ഊരത്തില്ലടോ, ഊരാനില്ല. മേത്ത് വിട്ടുള്ള കളി മതി. അടിച്ച് പിറ്റായി വന്നിട്ട് നിനക്ക് വല്ല പെണ്ണുങ്ങളുടെ വീട് കാണാൻ ഞാൻ ഈ നാട്ടുകാരൻ തന്നെ കേട്ടോ. നിക്കേ ഒരു കാര്യം, പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് ഡോക്ടർ കെ എസ് മേനോന്റെ വീട് അറിയാം. അതെന്താ ഒരു വീഡിയോ വെച്ചാൽ ഇങ്ങനെയൊക്കെയാണ്, ഒരു വീഡിയോ വെച്ചാൽ ഇങ്ങനെയൊക്കെയാണ് കാണിക്കുന്നത്. അത് മോശമാണ്, മോശമാണ്. ഹലോ, രാഘവേട്ടനല്ലേ? അതെ, എന്താ? കുളമായി രാഘവേട്ട. അയ്യോ, എന്തു പറ്റി? രാധികയുടെ വീട് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. എന്റെ വാച്ചും മാലയും മോതിരവും ഒക്കെ കുറെ ആൾക്കാർ അടിച്ചോണ്ട് പോയി. അപ്പൊ അവർക്ക് സ്വന്തമായിട്ട് വാച്ചും മാലയും ഒന്നും ഇല്ലായിരിക്കും. ഓ, തമാശ പറഞ്ഞ് പിടിച്ചില്ലായിരിക്കും. അല്ല, അതിരിക്കട്ടെ, സാർ ഇപ്പൊ എവിടുന്നാ സംസാരിക്കുന്നത്? ഇവിടെ അടുത്തൊരു പബ്ലിക് ബൂത്തിൽ നിന്നാ. ഇനിയെങ്കിലും ഇങ്ങോട്ട് വന്നൂടെ മോനെ? ഈ പറ്റിയ ചമ്മലൊന്നും മാറ്റാൻ ഒരു ലാർജ് അടിച്ചിട്ട് ഞാൻ വരാം. ഇന്ന് ഒരുപാട് കഴിച്ചില്ല മോനെ, അത് പോരെ? ഒരു കുഴപ്പമില്ല, ഞാൻ ഉടൻ വരാം. വെക്കട്ടെ. ഹലോ, ഇതൊരു വീടില്ലേ? അതെ, ഒരു ലാർജ്. എന്നെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? എനിക്ക് നിങ്ങളെയും പരിചയമില്ല. പക്ഷെ നിങ്ങളെ പോലിരിക്കുന്ന വേറെ 4 പേരെ എനിക്കറിയാം. അവന്മാർ എന്നെ കുറെ ഇടിയിടിച്ചിട്ട് എന്റെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ പിടിച്ചോണ്ട് പോയി. അപ്പൊ ഞാൻ പോയ ആവശ്യം വേറെ ആയിരുന്നു. ഇനി അഥവാ അവന്മാരെ എന്റെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ ആദ്യം ഇരിക്കുന്നത് ഞാനിങ്ങനെ പിടിക്കും. അപ്പൊ പുറകെ ഇരിക്കുന്ന ചാടി എനിക്ക് എന്നിട്ട് ഇവരെ ഞാനിങ്ങനെ പൊക്കി എടുത്തിട്ട് മാല ഊരിയിട്ട് ഈ മാല ഞാൻ കഴുത്തിലിടും. അപ്പൊ പുറകെ ഇരിക്കുന്ന 2 കഴിക്കും. അവന്മാരെ വെടി വെച്ച് കൊടുക്കുമ്പോ പുറകെ നിർത്ത ചാടി വരുമ്പോ കുഞ്ഞിട്ട് അവനിങ്ങനെ പിടിക്കും. എന്നിട്ട് ഞാൻ അവന്റെ ഈ വാച്ച് ഊരിയിട്ട് ഒറ്റ ഏറി. എന്നിട്ട് ഞാൻ ഈ വാച്ച് കൈ കെട്ടും. ഒരു സ്മോൾ വിസ്കി. Excuse me, sir. Yes? I am Vijay Menon, Private Secretary GK. Very nice to meet you. Mr. Prakash ഇല്ലേ? സാർ ഇപ്പോൾ വരും. എന്താ കാര്യം? വരുമ്പോ GK-യുമായി അപ്പോയിന്റ് ഫിക്സ് ചെയ്യാൻ പറയണം. ശരി. താങ്ക് യു. ആരാത്? GK-യുടെ പ്രൈവറ്റ് സെക്രട്ടറിയാ. ഏത് GK? ഏത് GK? എടാ മരത്തലയാ.
കേരളത്തിലെ ഏറ്റവും വലിയ അധോലോക രാജാക്കന്മാരിൽ ഒരാളാ. എന്റെ ദൈവമേ, പ്രകാശ് സാർ GK-യുമായിട്ടൊരു ബന്ധമുണ്ടാക്കിയ നമ്മൾ രക്ഷപ്പെട്ടു. അധോലോകം, സ്വർണ്ണ ബിസ്ക്കറ്റ്, സ്ക്വാച്ച്. ചിലപ്പോ അകത്തായി പോകാനും മതി. എടാ, നിന്റെ നാവിൽ നല്ലത് വരൂല. കുറിപ്പേട്ടാ, KK പ്ലാന്റേഷൻസിന്റെ കേസ് എന്നത്തേക്കാ പോസ്റ്റ് ചെയ്യുന്നത്? അപ്പൊ നോട്ടീസ് എന്നത്തേക്ക് അയക്കേണ്ടത്? ഇന്ന് തന്നെ അയച്ചേക്കാം. യെസ്, ഐ എം ശ്യാം പ്രകാശ്. പ്ലീസ് കം ഇൻ. താങ്ക് യു. ഹലോ സർ. വെൽക്കം മിസ്റ്റർ പ്രകാശ്. പ്രകാശ് ഇരിക്കൂ. താങ്ക് യു. ഒരു മുഖവുരയുടെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രകാശ്, ഞാനും കൈമളും ബിസിനസ് പാർട്ട്നേഴ്സ് ആയിരുന്നു എന്നുള്ള കാര്യം പ്രകാശിന് അറിയാവോ? ഇല്ല. അതെ, വർഷങ്ങൾക്ക് മുമ്പുള്ള കഥ. തെറ്റുകളുടെ വഴിയിലൂടെ സഞ്ചരിച്ച് ധനികരായി തീർന്ന 2 റെയിൽവേ പോർട്ടർമാരുടെ കഥ. അതിന്റെ ക്ലൈമാക്സ് മാത്രം പറയാം. ഒരു നിർണായക ഘട്ടത്തിൽ കൈമൾ എന്നെ പിന്നിൽ നിന്നും കുത്തി. ഒരു സ്മോൾ ഒഴിക്കട്ടെ? നോ താങ്ക്സ്. ഒരു ആഫ്റ്റർ 6 ആയിരുന്നെങ്കിൽ നോക്കായിരുന്നു. സ്വന്തമായി ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കാനുള്ള വ്യഗ്രതയായിരുന്നു കൈമളിന്. ആ ശ്രമത്തിൽ ഒരു പരിധിവരെ അയാൾ വിജയിക്കുകയും ചെയ്തു. ഇന്ന് ഞങ്ങൾ തമ്മിലുള്ള മത്സരം ഒന്നുകൂടി രൂക്ഷമായിരിക്കുകയാണ്. ബോംബെയിലെ ഇബ്രാഹിം ഖാനുമായി കൂട്ടുകൂടി എന്നെ തകർക്കാനുള്ള ശ്രമത്തിലാണ് കൈമൾ. എന്റെ ആൾക്കാരുടെ സ്മഗ്ലിംഗ് ആക്ടിവിറ്റീസ് മുഴുവൻ പോലീസിന് ചോർത്തി കൊടുക്കുക, ഞങ്ങൾക്ക് വരുന്ന സാധനങ്ങൾ കബളിപ്പിച്ച് തട്ടിയെടുക്കുക, ഇതൊക്കെയാണ് അയാളുടെ പരിപാടി. കള്ളക്കടത്തുകാരനാണെങ്കിലും മനസാക്ഷിയുള്ളവനാ ഞാൻ. അതുകൊണ്ട് അയാളുടെ രീതിയിൽ തിരിച്ചടിക്കാൻ എനിക്കിഷ്ടമല്ല. എന്നിൽ നിന്ന് സാർ എന്താണ് പ്രതീക്ഷിക്കുന്നത്? പറയാം. എന്റെ ആൾക്കാരെല്ലാം കള്ളക്കടത്ത് സംബന്ധമായ പോലീസ് കേസുകളിൽ പെട്ടിരിക്കുക. പ്രകാശിനെ പോലെ എഫിഷ്യന്റ് ആയ ഒരാളെ എനിക്ക് ലീഗൽ അഡ്വൈസറായി കിട്ടിയാൽ അതൊരു വലിയ സഹായമായിനി. ഐ എം പ്രിപ്പയർഡ് ടു ഗിവ് യു എനി എമൗണ്ട്. എത്ര രൂപ വേണമെങ്കിലും തരാം. അതല്ല സാർ, മിസ്റ്റർ കൈമളിനെ കുറിച്ച് സാറ് പറഞ്ഞതെല്ലാം ഒരുപക്ഷെ ശരിയായിരിക്കാം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു ഗോഡ് ഫാദറാണ് അദ്ദേഹം. അദ്ദേഹത്തെ എതിർക്കുന്ന ഒരാൾക്ക് നിയമോപദേശം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ആം സോറി. ശരി, എങ്കിൽ പിന്നെ എനിക്കൊന്നും പറയാനില്ല. ഞാൻ വരട്ടെ സാർ. മിസ്റ്റർ പ്രകാശ്, എന്റെ ഈ ഓഫർ എപ്പോഴും നിലവിലുണ്ടാവും. നാളെ ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങളുടെ ഈ തീരുമാനത്തിന് മാറ്റം സംഭവിക്കുകയാണെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ. അങ്ങനെ അയാൾ പ്രകാശം തട്ടിക്കൊണ്ട് പോകുന്നെങ്കിൽ പോട്ടെ. ആരും ഈ ലോകത്തൊരു മസ്റ്റൊന്നുമല്ല. ആദ്യത്തിന്റെ എടുത്തേട്ടോ നിർത്ത്. മിനിസുമായിട്ടുള്ള നമ്മുടെ കണക്ഷൻസ് ഉൾപ്പെടെ എല്ലാ മൈന്യൂട്ട് രഹസ്യങ്ങളും അറിയാവുന്ന ആളാണ് പ്രകാശ്. അയാൾ GK-യുടെ സൈഡിലേക്ക് പോയാൽ അതൊരു പ്രശ്നമാകും. ശരി, എങ്കിൽ അച്ഛനും അമ്മാനും കൂടി അവന്റെ കാല് പിടിക്കണം. ഈ വക കാര്യങ്ങൾക്കൊന്നും എന്നെ കിട്ടില്ല. മോഹൻ, ഹലോ സാർ. ആ പറഞ്ഞ സമയത്ത് തന്നെ എത്തിയല്ലോ. അത്യാവശ്യമായി എന്നെ അന്വേഷിച്ചു എന്നറിഞ്ഞു. എന്താ വല്ല പോലീസ് കേസിലും ചെന്ന് പെട്ടോ? ആ, അതെന്താ പ്രകാശ് അങ്ങനെ പറഞ്ഞത്? എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ മാത്രമേ പ്രകാശിനെ കോണ്ടാക്ട് ചെയ്യൂ എന്നൊരു സൂചനയില്ലേ അതില്? ഏയ്, ഞാൻ വെറുതെ തമാശ പറഞ്ഞതാ സാർ. ഇത്തവണ പ്രകാശനും പ്രയോജനമുള്ള കാര്യങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനാ വിളിച്ചത്. ആ നമ്മുടെ എല്ലാ പാർട്ണർഷിപ്പ് കൺസേണുകളും റീകൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നു. പുതിയ കൺസ്ട്രക്ഷൻ കമ്പനി ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥാപനങ്ങളിലും മിസ്റ്റർ ശ്യാം പ്രകാശ് ഒരു പാർട്ണർ ആയിരിക്കും. എന്ത് പറയുന്നു? ഐ എം സോറി സർ. ഐ ഹാവ് ടു ടേൺ ഡൗൺ യുവർ ഓഫർ. ബിസിനസ്സും പ്രൊഫഷനും കൂടി കൂട്ടിക്കുഴച്ചാൽ അത് ശരിയാവില്ല. ഏതായാലും സാറിന്റെ മഹാമനസ്കതയ്ക്ക് നന്ദി. എന്നാ പിന്നെ പ്രകാശിന്റെ ഇഷ്ടം. വേറൊന്നുമില്ലല്ലോ, വരട്ടെ. ആ ഇയാളൊരു ചുക്കും പറയണ്ട. തനിക്ക് ആരുമാ ലൈസൻസ് തന്നു? അത് ശരി. കൊണ്ടിടിച്ചിട്ട് ചിരിക്കണ. ഓ, റോങ് സൈഡിൽ വന്ന് കാറിൽ ഇടിച്ചതും പോരാ. പ്രകാശ് സാർ വരുന്നു. നമ്മുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് എന്ന് സാർ അറിയണ്ട. ഞാൻ പോയി പുള്ളിക്കാരനെ ഹാൻഡിൽ ചെയ്തിട്ട് വരാം. സ്കൂട്ടർ പഠിച്ചോണ്ടിരിക്കാനെന്നുള്ള വിവരമൊന്നും പറയണ്ട. അയ്യോ,
വണ്ടി ഒന്നും എടുക്കാൻ നോക്കണ്ട, പോലീസ് വരട്ടെ. ഒരു തീരുമാനം ഓട്ടം എന്നിട്ട് എടുത്താൽ മതി. എന്തുവാടേ പ്രശ്നം? സാർ സ്കൂട്ടർ ഒന്ന് തട്ടി. ഓ അത് ശരി, നമ്പരില്ല, റോങ് സൈഡിൽ കൊണ്ടുവന്ന് എന്നെ കാറിലിടിച്ചു. ഞാൻ കേസ് കൊടുക്കുന്നത് പേടിച്ചായിരിക്കും ഇങ്ങോട്ട് ഉടക്കാൻ വരുന്നത്. നിങ്ങളുടെ പേര് കുഴപ്പമൊന്നുമില്ലല്ലോ? അയ്യോ സാർ, ഞങ്ങൾ മര്യാദയ്ക്ക് വരികയായിരുന്നു. ആ. അയാളാണ് കൊണ്ട് തട്ടിയത്. ഞങ്ങൾ കളഞ്ഞിട്ട് പോകാന്ന് കരുതി, പിന്നെ അയാൾ തട്ടിക്കറി. ഞങ്ങൾ അഡ്വക്കേറ്റ് ശ്യാംപ്രകാശിന്റെ ജൂനിയേഴ്സ് ആണെന്ന് പറഞ്ഞപ്പോ ഏത് ശ്യാംപ്രകാശ്, അവന്റെ തന്ത വന്നാലും എന്നെ ഒരു ചുക്കും ചെയ്യില്ലെന്ന് അയാൾ പറഞ്ഞു. ആഹാ, ആരാ അയാള്? ആളാരാണ് ഞങ്ങൾക്ക് അറിയില്ല. നീ വാ, നമുക്ക് ചോദിക്കാം. പോയ പെരിന്റെ കാശ് വാങ്ങിച്ചെന്ന്. നീ വാ. എന്താ പ്രശ്നം? നിങ്ങളാരാ? എന്റെ പേര് ശ്യാം പ്രകാശ്, അഡ്വക്കേറ്റ്. ആക്ച്വലി സോപ്പൊന്നും ഇടണ്ട, ട്രാഫിക് വളരെ കൂടിയ ഒരു സ്ഥലമാണിത്. നിങ്ങൾ തമ്മിൽ ഒരു കോംപ്രമൈസ് ആയിട്ട് ഇവർക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ കൊടുത്ത് സ്ഥലം കാലിയാക്കി. കണ്ടില്ലേ എന്റെ ആരുടെ ഭാഗത്താണെന്നൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല. ഞാൻ ആളിത്തിരി പക്ഷേ ഓ അത് ശരി. ആൾക്കാരുടെ മുമ്പിൽ ചൊല്ലിയാൽ ഊരരുത്. നിങ്ങൾ മര്യാദയ്ക്ക് അവർക്ക് കാശ് കൊടുക്കുന്നോ? കാശ് കൊടുക്കുന്നില്ല. ഓഹോ, എങ്കിൽ പിന്നെ കോടതി വെച്ച് കാണാം. ഓ ശരി. ശരി. നിങ്ങളെ ഞാൻ എന്റെ കാലിൽ വീഴ്ചില്ലെങ്കിൽ എന്റെ പേര് അഡ്വക്കേറ്റ് ശ്യാം പ്രകാശ് എന്നല്ല. ശ്യാം സാർ, ചുമ്മാ നീ വണ്ടി എടുക്ക. വണ്ടി നമ്പർ നോട്ടി. എനിക്കറിയാം. വണ്ടി ഞാൻ കാണിച്ചു തരാം. ഇവിടുന്ന പ്രശ്നമൊന്നുമില്ല. ഞാൻ ആരാണെന്ന് എനിക്ക് കാണിച്ചു തരാം. വരൂ. ഡോക്ടർ സാറുണ്ടോ? ഉണ്ട്, കുളിച്ചോണ്ടിരിക്കുക. ഇപ്പൊ വരും. വരുന്നേ. ചികിത്സയൊക്കെ എങ്ങനെ നടക്കുന്നു? മോൾക്ക് പനിയോ ജലദോഷമോ ഒക്കെ വന്നാ ഇവിടെ തന്നെ ചികിത്സിക്കാമല്ലോ. ഓ, വലിയ തമാശയെന്നായിരിക്കും വിചാരം. അല്ല, ഞാൻ എങ്ങനെ തുടങ്ങേണ്ടതെന്ന് ആലോചിച്ച് ബുദ്ധിമുട്ട്. ഈ കന്നുകാലികളുടെ കുളമ്പ് രോഗത്തെ തുടങ്ങി സങ്കരയിനം പശുക്കളിലെത്തി അവസാനം രാധികയുടെ കേസ് പ്രസന്റ് ചെയ്യാം. എന്താ? അതൊക്കെ സാറിന്റെ സൗകര്യം പോലെ. എന്തെങ്കിലും ഒന്ന് ഫിക്സ് ചെയ്തിട്ടേ ഇവിടുന്ന് പോകാവൂ. അതാ മിടുക്ക്. അതൊക്കെ ഞാൻ ഏറ്റു. കൊലമരത്തിൽ നിന്ന് വരെ ആൾക്കാരെ രക്ഷിച്ചിട്ടുള്ള ആളോടാ. ആരാ നമ്മളെ വന്നിരിക്കുന്നത്? അയ്യോ, അച്ഛൻ ഒന്നും തോന്നുന്നു. അതെ, നമ്മൾ തമ്മിൽ പരിചയമുള്ള കാര്യങ്ങളൊന്നും പറയരുത് കേട്ടോ. ഒരു കല്യാണ ആലോചനയായിട്ട് പ്രസന്റ് ചെയ്യാവൂ. അതൊക്കെ ഞാൻ ഏറ്റു. വിളി. ആരാ? എന്തു വേണം? ഓഹോ, താനാണോ? വീട്ടിലൊന്ന് വെല്ലുവിളിക്കാൻ വന്നാണോ? അല്ല സാർ, അത് പിന്നെ നിങ്ങളെ പോലെ ചെറുപ്പക്കാരനും അല്പം കൂടെ ഡീസൻസി ഞാൻ പ്രതീക്ഷിച്ചു. അല്ല സാർ, സത്യം പറഞ്ഞാൽ ഞാൻ സാറിനോട് മാപ്പി ചോദിക്കാൻ വന്നതാണ്. എന്താ ഇത്? ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് സാറിന് പിന്നീട് മനസ്സിലാവും. അല്ല സാർ, തെറ്റെന്റെ ജൂനിയേഴ്സിന്റെ ഭാഗത്തായിരുന്നുവെന്ന് ഞാൻ പിന്നീടാ മനസ്സിലാക്കിയത്. ഞാനൊരു എടുത്തുചാട്ടക്കാരനാണ്. കാള പെറ്റുമെന്ന് കേട്ടാൽ ഉടൻ തന്നെ ഞാൻ എക്സാക്ട്ലി. ഇതിനു മുമ്പും പല അബദ്ധങ്ങളും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നെ സത്യം പറയാലോ, ആൾക്കൂട്ടത്തിൽ വെച്ച് ഒന്ന് ഷൈൻ ചെയ്യാലോ എന്നൂടെ കരുതിയ. സാർ എന്നോട് ക്ഷമിച്ചു എന്ന് പറയണം. എങ്കിലേ എന്റെ ആത്മാവിന്, സോറി, എന്റെ മനസ്സിന് സമാധാനം കിട്ടൂ. ഓക്കെ, ഞാൻ ക്ഷമിച്ചു. പോരെ? എങ്കിൽ പിന്നെ ഞാൻ അങ്ങനെ ആവട്ടെ. പോട്ടെ. ശരി. എനിക്കൊരു ഗ്ലാസ് വെള്ളം കിട്ടിയിരുന്നേ കുടിക്കാൻ. അതിനെന്താ മോളെ, ചായ കാപ്പി കൊണ്ടുവരൂ. മകളായിരിക്കും അല്ലേ? എന്താ? അല്ല, ഒന്നുമില്ല. ചായ കുടിക്ക്. അച്ഛന് വേണ്ട. സാർ ഒരു മൃഗ ഡോക്ടറാണല്ലേ? എങ്ങനെ അറിയാം? അല്ല, എനിക്ക് കണ്ടപ്പോ മനസ്സിലായി. അല്ല, ഞാൻ മൃഗാശുപത്രി വെച്ച് സാറിനെ ഒരിക്കൽ കണ്ടു, അങ്ങനെ മനസ്സിലായി. സാർ എനിക്കൊരു ഉപകാരം ചെയ്തു തരണം. ഇറ്റ്സ് എ റിക്വസ്റ്റ്. എന്താ പറയൂ. സാർ അതിനെ നോ എന്ന് പറയരുത്. ഇതെന്റെ ജീവിതത്തിന്റെ ഒരു പ്രശ്നമാണ്. ഈ നാട്ടിൽ ഏറ്റവും പ്രാക്ടീസ് ഉള്ള ഒരു ക്രിമിനൽ ലോയറാണ് ഞാൻ. സാർ എനിക്ക് സാറിന്റെ നോ എന്ന് പറയരുത്. സാർ എനിക്ക് സാറിന്റെ ഒരു അൽസേഷൻ പട്ടിക്കുട്ടി തരണം. അതിലൂടെ പട്ടികളെ ഇല്ലല്ലോ. പട്ടിയില്ലേ? എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഒന്ന് നിന്നേ.
ശ്യാമിന്റെ അമ്മ ഇന്നലെ രാവിലെ ഇവിടെ വന്നിരുന്നു. നിങ്ങളുടെ വിവാഹം അടുത്ത മാസം നടത്താൻ തീരുമാനിച്ച ഞങ്ങൾ പിരിഞ്ഞത്. സർ ഉം.